ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനൊരു അടിപൊളി ബോട്ടിൽ ആർട്ടാണ് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ ഞാനൊരു ഗ്ലാസ് ബോട്ടിൽ നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോട്ടിലിന് ഫുള്ളായിട്ടൊന്ന് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കാം. ടിഷ്യൂ പേപ്പർ നന്നായിട്ട് ഒട്ടിച്ച ശേഷം ബോട്ടിൽ ഉണങ്ങാനായിട്ട് നമുക്ക് വെക്കാം. ഇന്നത്തെ ബോട്ടിലിൽ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ചിരട്ടയാണ്. ഞാനിവിടെ 2 ചിരട്ട എടുത്തിട്ടുണ്ട്. അപ്പം ചിരട്ട വെച്ചിട്ടാണ് ഞാനിനി ബാക്കിയുള്ള വർക്കൊക്കെ ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് ചിരട്ടയുടെ പുറത്തുള്ള ചകിരിയും ചെറിയ നാരൊക്കെ പോലെ ഉണ്ടാവില്ലേ, അതൊക്കെ നന്നായിട്ട് കത്തി വെച്ചിട്ടൊന്ന് കളഞ്ഞെടുക്കണം. നമ്മൾ കത്തി വെച്ച് ക്ലീൻ ചെയ്താലും അത് ഫുള്ളായിട്ട് അങ്ങോട്ട് വൃത്തിയാവില്ല. അപ്പം ഞാൻ അതിന് ശേഷം സാൻഡ് പേപ്പർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരച്ചു കൊടുത്തു. അപ്പം നന്നായിട്ട് ക്ലീനായി കിട്ടി. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഈ ചിരട്ടയൊക്കെ ചെറിയ ചെറിയ പീസാക്കി എടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ചുറ്റിക വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇടിച്ച് പൊട്ടിക്കുകയോ എന്തെങ്കിലും കട്ടിയുള്ള സാധനം വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇടിച്ചിട്ട് ഇത് ചെറിയ ചെറിയ പീസ് ഇതുപോലെ ആക്കിയെടുക്കുക. നമുക്ക് അധികം വലിപ്പം വേണ്ട, ചെറിയ ചെറിയ പീസാക്കി എടുക്കണം. ഇനി ഞാൻ ഈ ചിരട്ടയുടെ പീസൊക്കെ വെച്ച് കുറച്ച് ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. ആദ്യം ഏറ്റവും ചെറിയ പീസ് നോക്കി ഫ്ലവറിൻ്റെ സെൻറ്ററിൽ ഒട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ പുറത്തേക്ക് ഇതുപോലെ ഓരോരോ പീസ് ഒട്ടിച്ച് കൊടുത്താൽ മതി. വലിയ പാടൊന്നുമില്ല. ഞാൻ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാണ് ഓരോ ചിരട്ടയുടെ പീസ് ഒട്ടിച്ച് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ ഒരു ഫ്ലവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഞാൻ ഒരു 3-4 ഫ്ലവറും കൂടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പം എല്ലാം ഒരേ വലുപ്പത്തിലല്ല, പല വലുപ്പത്തിലാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തത്. കുറച്ച് ചെറുതും വലുതുമൊക്കെ ആയിട്ട് തോന്നിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ഫ്ലവറൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉണ്ടാക്കിയ ഫ്ലവറൊക്കെ ബോട്ടിലിലേക്ക് ഒട്ടിച്ച് കൊടുക്കാം. ഞാൻ ഫ്ലവർ ബോട്ടിലിൻ്റെ ഒരു സൈഡിലായിട്ടാണ് ഒട്ടിച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കാം. ഇനിയിപ്പം ബോട്ടിലിൻ്റെ സെൻറ്ററിലായിട്ട് ഒട്ടിച്ച് കൊടുത്താലും ഭംഗിയുണ്ടാവും. ഞാനിപ്പോൾ സൈഡിലായിട്ടാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഫ്ലവറൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫ്ലവറിൻ്റെ ഇടയ്ക്ക് അവിടെ ഇവിടെയായിട്ട് കുറച്ച് ഇലയും കൂടെ ഒട്ടിച്ച് കൊടുക്കാം. ഇപ്പോൾ ഇലയായിട്ട് ഞാൻ ചിരട്ടയുടെ പീസ് തന്നെയാണ് കേട്ടോ ഒട്ടിച്ച് കൊടുക്കുന്നത്. അങ്ങനെ ഫ്ലവറൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് ചിരട്ടയുടെ പീസും കൂടെ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ബോട്ടിലിൻ്റെ താഴ്ഭാഗത്ത് ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം ബോട്ടിലിൻ്റെ താഴെ പ്ലെയിൻ ആയിട്ട് കിടക്കുന്നതുകൊണ്ട് ഞാൻ ആദ്യം അവിടെ ചരടോ എന്തെങ്കിലും ഒന്ന് ഒട്ടിച്ച് കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. ചിരട്ടയുടെ പീസ് തന്നെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അത് തന്നെ ഒട്ടിച്ച് കൊടുത്തു. ഇനി നമുക്ക് ബോട്ടിൽ ഫുള്ളൊന്ന് പെയിൻറ്റ് ചെയ്ത് ഒന്ന് കളർഫുള്ളാക്കി എടുക്കാം. ഫസ്റ്റ് ഞാൻ ബ്ലാക്ക് ആക്രിലിക് പെയിൻ്റാണ് കേട്ടോ കൊടുക്കുന്നത്. ഇപ്പം ബോട്ടിലിനും താഴെ ഒട്ടിച്ച് കൊടുത്ത ആ ചിരട്ടയ്ക്ക് മാത്രമേ ഞാൻ ബ്ലാക്ക് കൊടുക്കുന്നുള്ളൂ. നമ്മൾ ഒട്ടിച്ച് കൊടുത്ത ഫ്ലവറിന് ഞാൻ റെഡ് കളറാണ് കൊടുക്കുന്നത്. ബ്ലാക്കിൽ റെഡ് വരുമ്പം കാണാനായിട്ട് നല്ല ഭംഗിയല്ലേ. അല്ലെങ്കിൽ നമ്മൾ ഫ്ലവറിന് റെഡ് കളർ കൊടുക്കുമ്പം കാണാനായിട്ടൊരു പ്രത്യേക ഭംഗിയാണ്. അങ്ങനെ ഞാൻ ഫ്ലവറിന് പെയിൻറ്റ് ചെയ്ത ശേഷം ഇലയ്ക്ക് ആദ്യം ഡാർക്ക് ഗ്രീനാണ് കൊടുത്തത്. പക്ഷേ അത് അത്ര എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ അതിൻ്റെ മുകളിൽ കൂടി മെറ്റാലിക് ഗ്രീൻ വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം എനിക്ക് ആദ്യത്തേക്കാളും കുറച്ചും കൂടെ ബെറ്ററായിട്ട് തോന്നിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ബോട്ടിൽ ഫുള്ളായിട്ട് സ്കൈ ബ്ലൂ വെച്ചിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫ്ലവറിന് ഞാൻ കൊടുക്കുന്നില്ല, ബോട്ടിൽ മാത്രം ഒന്ന് സ്കൈ ബ്ലൂ വെച്ചിട്ട് ടച്ച് ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ മെറ്റാലിക് കളർ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തെടുക്കാം കേട്ടോ ബോട്ടിൽ ഫുള്ളായിട്ട്. അപ്പം മെറ്റാലിക് കളർ വെച്ചിട്ട് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്താലും കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടാവും. ഇനി നമുക്ക് ഒട്ടിച്ച് കൊടുത്ത ആ ഫ്ലവറിൻ്റെ മുകളിലായിട്ട് ചെറുതായിട്ട് വൈറ്റ് കളർ വെച്ചിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഓവറായിട്ട് കൊടുക്കരുത്, ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കാനേ പാടുള്ളൂ. അല്ലെങ്കിൽ ഫുള്ളായിട്ട് വൈറ്റായി പോവും. സ്പോഞ്ച് വെച്ചിട്ടാണ് ഞാൻ ഇതുപോലെ ടച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ ചെറിയൊരു യെല്ലോ ഷെയ്ഡും കൂടെ ബോർഡിൽ ഫുള്ളായിട്ടൊന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. യെല്ലോ ഷെയ്ഡ് അധികം കൊടുക്കുന്നില്ല, ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ഒന്ന് കൊടുക്കുന്നതേ ഉള്ളൂ, ലൈറ്റായിട്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ പരിപാടി. നമ്മുടെ ബോർഡിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ബോട്ടിലായിട്ടാണ്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ പുതിയൊരു ക്രാഫ്റ്റുമായിട്ട് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.